ദിസ് ഈസ് ഇതിൻ. എടാ ഞാൻ ദ ഷീപ്പ് ഡിറ്റക്റ്റീവ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇംഗ്ലീഷ് പടം കണ്ടു. എനിക്കിത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ പടത്തിന്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ എനിക്കെല്ലാം നല്ല രീതിയിൽ എനിക്ക് വെൽ കണക്റ്റഡ് ആയി. എന്ന് പറഞ്ഞാൽ യാതൊരു വയലൻസ് ഇല്ലാതെ, ചീത്തവിളി ഇല്ലാത്ത, അഡൽട്ട് സീൻസ് ഒന്നും ഇല്ലാത്ത, വളരെ ശാന്തമായ ഒരു പതിഞ്ഞ രീതിയിൽ പോണ ഒരു ഇംഗ്ലീഷ് പടം ഞാൻ കുറെ നാളിന് ശേഷം കണ്ടു എന്ന് അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു എനിക്കിത്. ഇപ്പം OTT വന്നിട്ട് കുറച്ച് ദിവസമായി. ഞാനിത് ഇൻസ്റ്റാ സജഷൻസിലും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഓൾറെഡി കാണണമെന്ന് വിചാരിച്ചത് തന്നെ, പക്ഷെ ഏതായാലും ഒരു പൊടിക്കങ്ങ് ഡിലേ ആയിപ്പോയി. ഇവിടെ ആക്ച്വലി പറഞ്ഞു പോകണമെന്ന് വെച്ചാൽ നമ്മളെ ഹ്യൂ ജാക്ക്മാൻ വേറെ യൂണിവേഴ്സിൽ ഈ വൂൾവറൻ പണിയൊക്കെ വിട്ടിട്ട് വളരെ ശാന്തമായിട്ട് ഈ ഒരു ഷെപ്പേർഡായിട്ട് ഒരു നാട്ടിൽ കഴിഞ്ഞു പോണതാണ്. എന്ന് പറഞ്ഞാൽ ലൈക്ക് ആക്ച്വലി അത് കൊള്ളാം. എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു മൈതാനം, അവിടെ ആടുകളും കാര്യങ്ങളുമായിട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ കൊള്ളാം. ലൈക്ക് പുള്ളിക്കാരൻ ഈ പറഞ്ഞതുപോലെ എല്ലാ ആടുകളുമായിട്ട് ഭയങ്കര വെൽ കണക്റ്റഡ് ആണ്. എല്ലാത്തിനും ഓരോരോ പേരിട്ടിട്ടുണ്ട്. പല ആടുകളും പല എന്തുവാ ബ്രീഡാണ്. അങ്ങനെ പോകുമ്പോഴേക്കും ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് നടക്കുന്നു. തുടർന്നുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പടം പറഞ്ഞു പോണത്. അറൗണ്ട് ഒരു 2 മണിക്കൂറിനടുപ്പിച്ചാണ്, 1:55 ആ റേഞ്ച് എന്തോ ആണ് ഈ പടത്തിന്റെ ഡ്യൂറേഷൻ പറഞ്ഞത്. പ്രധാനമായിട്ട് അതിന്റെ ആ ഒരു കണക്ഷനുള്ള പ്രധാന പങ്ക് വഹിക്കുന്നത് തന്നെ ഇതിന്റെ ആടുകളാണ്. അത് മാത്രമല്ല ഈ പടത്തിലെ കോമഡീസ് കാര്യങ്ങളൊക്കെ കൊള്ളാം. അതിപ്പോ ആടുകൾക്കിടയിൽ അല്ലാതെ മനുഷ്യരിലോട്ട് പോകുമ്പോഴാണെങ്കിൽ പോലും അവിടുത്തെ കോമഡീസ് കാര്യങ്ങളൊക്കെ കൊള്ളാം. എല്ലാം വർക്കായി. ഞാൻ പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞാൽ പടം ഇത് മൊത്തത്തിൽ നൈസാണ്. മൊത്തത്തിൽ ഇത് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടമാണിത്. എന്ന് പറഞ്ഞാൽ ഹ്യൂ ജാക്ക്മാൻ ആയാലും കൊള്ളാം. നൈസ് എന്ന് പറഞ്ഞാൽ വരുന്നു, എല്ലാ ആടുകളെയും നല്ല രീതിയിൽ നോക്കുന്നു, ആടുകൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നു, അവർ വളരെ നല്ല രീതിയിൽ കേട്ടോണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ പടം കണ്ടു തുടങ്ങിയപ്പോ എന്ന് വെച്ചാൽ എന്റെ മുഖത്തൊരു ചിരിയാണ്. എന്ന് പറഞ്ഞാൽ ആ അതേ ഒരു ചിരി എനിക്ക് ക്ലൈമാക്സിലും എനിക്കത് നല്ല രീതിയിൽ, എന്ന് വെച്ചാൽ തുടക്കം തൊട്ട് ഒടുക്കം വരെ എനിക്കത് വെൽ കണക്ട് ആയി എന്നുള്ളതാണ്. ക്ലൈമാക്സിൽ ഈ പറഞ്ഞ പോലെ ഒരു ഷോട്ട് ഉണ്ട്, അതായത് എന്ന് പറഞ്ഞാൽ മേഘങ്ങളിൽ ആടിന്റെ ഒരു ഷേപ്പ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഫീൽ ആയിട്ടുള്ള ഒരു ഷോട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ക്ലൈമാക്സും ലൈക്ക് അതുപോലത്തെ ഒരു സിമിലർ സീനാണ് പറഞ്ഞു പോണത്. പക്ഷെ എന്നിരുന്നാലും കൊള്ളാം. ഇത് ആക്ച്വലി ഒരു ത്രീ ബാഗ്സ് ഫുൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു നോവലിന്റെ ഫിലിം അഡാപ്റ്റേഷൻ ആണ്. വളരെ വളരെ നന്നായിട്ടുണ്ട് ഇത്. എനിക്കിത് കണ്ടപ്പോൾ ആകെപ്പാടെ തോന്നിയ ഒരു വിഷമം എന്ന് വെച്ചാൽ ഞാനിത് തിയേറ്ററിൽ കാണേണ്ടതായിരുന്നു, വളരെ മിസ്സായി പോയി എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പടം എന്താ പറയാ, ലൈക്ക് പണ്ട് നമ്മൾ കൊച്ചിലെ ഈ കാർട്ടൂൺ നെറ്റ്വർക്കിലായാലും പോഗോയിലായാലും കാർട്ടൂൺസ് അല്ലാതെ തന്നെ സിനിമകളൊക്കെ ഇടുമല്ലോ. ഇത് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു പടമായിട്ടൊക്കെയാണ് എനിക്ക് തോന്നിയത്. കാരണം വയലൻസ് ഇല്ല, കത്തിക്കുത്തില്ല, ചീത്തവിളി ഇല്ല, അങ്ങനെ അങ്ങനെ ഒന്നും ഇല്ലാത്ത വളരെ നല്ലൊരു നന്മ നിറഞ്ഞ ഒരു പടമാണ്. സോ എനിക്ക് ഈ പടം നല്ല രീതിയിൽ വർക്കായി. പിന്നെ എന്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല നിങ്ങൾക്ക്, നമ്മളെ ഒപ്പീനിയൻസ് ഒക്കെ ഡിഫറൻസ് ആയിരിക്കും. സോ നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ഇവിടെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ വളരെ ഉപകാരമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പം താങ്ക് യു.